ഖുർആൻ നോക്കി തന്നെ ഓതുക. കാണാതെ അറിയാമെങ്കിലും നമ്മൾ ഖുർആൻ നോക്കി തന്നെ ഓതുക. അല്ലെ, 3 കാര്യങ്ങൾ വെറുതെ നോക്കിയിരുന്നാൽ പ്രതിഫലമാണ്. ഒന്ന് വിശുദ്ധമായ ഖുർആനാണ്, രണ്ടാമത്തേത് നമ്മുടെ ഉമ്മച്ചിയുടെ വാപ്പച്ചിയുടെ മുഖമാണ്, മറ്റൊന്ന് വിശുദ്ധമായ കഅബയാണ്. നോക്കിയാൽ കൂടി അപ്പൊ ഖുർആൻ ഇങ്ങനെ നോക്കി നമ്മൾ ഓതുക. ഇനിയിപ്പോ ബറാത്ത് രാവൊക്കെ വരുന്നു, 3 യാസീൻ ഓതണ്ടേ? യാസീൻ ഓതുമ്പോൾ 3 യാസീനും നോക്കി വിശുദ്ധ ഖുർആൻ തന്നെ എടുത്ത് നോക്കി ഓതുക കേട്ടാ. പിന്നെ ഖുർആൻ എടുക്കുമ്പോൾ പലരും ഒക്കെ ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റൊരു കാര്യമാണ്, വുദു ഇല്ലാതെ പല ഉമ്മമാരും ഖുർആൻ എടുക്കുന്നതായി കാണാം. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഖുർആൻ എടുക്കുമ്പോൾ വുദുവോടുകൂടി തന്നെ നിങ്ങൾ ഖുർആനെ സ്പർശിക്കുക. ഷാഫി മദ്ഹബുകാരല്ലേ നമ്മളൊക്കെ? ഖുർആൻ അവിടെ ഇരിക്കുമ്പോൾ ഇപ്പൊ ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് എടുക്കല. ആരും കാണട്ടെ കാണാതിരിക്കട്ടെ, അള്ളാഹു കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഖുർആൻ എടുക്കുമ്പോൾ വുദു ഉണ്ടാവണം. ഇനിയിപ്പോ ഖുർആൻ വെള്ളത്തിലേക്ക് വീണു, അല്ലെങ്കിൽ ഖുർആൻ ഇങ്ങനെ കത്തിപ്പോകുന്നു, ആ സമയത്താണെങ്കിൽ നമ്മൾ അവിടെ വുദു നോക്കണ്ട. നമ്മൾ എന്ത് ചെയ്യാം? വേഗം തന്നെ നമുക്ക് അശുദ്ധിയാണെങ്കിൽ പോലും നമുക്ക് ഖുർആൻ എടുത്ത് മാറ്റാം. അല്ലെങ്കിൽ നമ്മൾ വുദുവോടുകൂടി ആയിരിക്കണം ഖുർആനിനെ തൊടേണ്ടത്. ഖുർആൻ ഒരിക്കലും ഈ തുപ്പൽ കൊണ്ടിട്ട് ഒരിക്കലും മറിക്കരുത്. ഖുർആനുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്കിനി പരിശുദ്ധമായ റമളാൻ വരുന്നുണ്ടല്ലോ, ആ റമളാനിന് മുന്നോടിയായി ഖത്തം തീർക്കുന്ന ആളുകളുണ്ട്, റമളാനിൽ ഖത്തം ഓതുന്നവരുണ്ട്. ആ സമയത്ത് നമുക്ക് വിശാലമായിട്ട് പറയാം ഇൻഷാ അല്ലാഹ്.